താങ്ക് യു ജീസസ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈ നല്ല രാത്രിയിൽ വീണ്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ധൈര്യത്തോടെ വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്നും അനുഗ്രഹമാകും. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ദൈവസന്നിധിയിൽ വില കൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്കുള്ള വഴിയാണെന്ന് ഈ രാത്രിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. ദൈവസന്നിധിയിൽ കൊടുക്കുന്ന ഓരോ വിലയും വെറുതെ ആയി പോകില്ല. അതിനെല്ലാം പ്രതിഫലമുണ്ട്. നാം ഈ ലോകത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ ആ സമയം ചിലപ്പോൾ വൃഥാവായെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കുന്ന വില ഒരിക്കലും വൃഥാവായി പോകുകയില്ല. ദൈവസന്നിധിയിൽ വില കൊടുത്ത് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ നിത്യത വരെ തുടരുന്ന അനുഗ്രഹമായി അത് മാറുക തന്നെ ചെയ്യും. ഈ തലമുറയിൽ ദൈവം തിരയുന്നതും ദൈവത്തിന് വില കൊടുക്കുന്നവരെയാണ്. ദൈവിക സമയങ്ങൾക്ക് വില കൊടുക്കുന്നവരെയാണ്. കർത്താവ് ഇന്നും നോക്കുന്നത് ദൈവിക ഇച്ഛയ്ക്കനുസരിച്ച് യാത്ര ചെയ്യുവാൻ ആര് തയ്യാറാണോ അവരുടെ വിടുതലുകൾ കർത്താവ് ചെയ്യുവാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിങ്കിലേക്ക് നാം നോക്കിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും തകർച്ചയായി മാറുകയില്ല. മനുഷ്യരിലേക്ക് പലപ്പോഴും നാം നോക്കിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ജീവിതത്തിൻ്റെ നടുവിൽ പ്രയാസങ്ങളിൽ മാത്രമേ പര്യവസാനിക്കുകയുള്ളൂ. ദൈവസാന്നിധ്യത്തിന് വിധേയപ്പെട്ട് പ്രാർത്ഥനാനിരതമായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ കൊടുത്ത് നാം മുന്നേറുന്നുണ്ടെങ്കിൽ നാം ആദരിക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവരെ എല്ലാം കർത്താവ് മാനിച്ചിട്ടുണ്ട്. വചനത്തിൽ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുവാൻ പര്യാപ്തമാകുന്ന നിലയിൽ കാര്യങ്ങളെ മാറ്റിയൊരു ദൈവം ഉണ്ടെങ്കിൽ ഈ രാത്രിയിലും പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവസന്നിധിയിലേക്ക് വിധേയപ്പെട്ട് യാത്ര ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ഉയർച്ചകൾ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാവായി പോകയില്ല. അതെല്ലാം അനുഗ്രഹീത നിലകളിലേക്ക് മാറുക തന്നെ ചെയ്യും. ഇപ്പോൾ ലൈവിലായിരിക്കുന്ന ഓരോ ദൈവമക്കളും വിശ്വസിച്ചുകൊണ്ട് ആമേൻ എന്ന് പറയണം. നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നിസ്സാരമായ പ്രതിസന്ധികൾ ഒരുപക്ഷെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അവരെ ദൈവകൃപയിൽ നിന്ന് പലപ്പോഴും അകറ്റിക്കളയും. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് അകലാതെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വില കൊടുത്ത് നിൽക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ അനുഗ്രഹങ്ങൾ കാണുവാൻ തുടങ്ങും. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ അധിക സമയങ്ങൾ വേണ്ട, അധിക കാലങ്ങൾ വേണ്ട, അധികം കാത്തിരിപ്പുകളും വേണ്ട. മാനുഷിക നിയന്ത്രണത്തിലുള്ള കാര്യമല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തെ വിളിച്ചിട്ടും
ദൈവസന്നിധിയിൽ നിന്നിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ എന്തുകൊണ്ട് ഒരനുഗ്രഹം വരുന്നില്ല? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ അപ്പുറത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ നടത്തുകയും ചെയ്യുവാൻ കർത്താവിനറിയാം. എൻ്റെ യേശു അത് ചെയ്യുക തന്നെ ചെയ്യും. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ ഓർത്ത് വിഷമിച്ചു പോകണ്ട, പ്രശ്നങ്ങൾ ഓർത്ത് വിഷമിച്ചു പോകണ്ട. കരം പിടിച്ച് നടത്തുകയും ശക്തിയോടെ ദൈവകൃപയിൽ നിർത്തുകയും അഭിഷേകത്തിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം ഉയർത്തുന്നത്. ജീവിതത്തിൽ വന്ന ക്ലേശങ്ങൾ വലുതായിരിക്കും, സഹനങ്ങൾ വലുതാണ്, പരീക്ഷണങ്ങൾ വലുതാണ്. ദൈവസന്നിധിയിൽ നാം തുടരുമ്പോൾ തന്നെ നാം അനുഭവിച്ച പ്രതിസന്ധികളും വലുതത്രേ. പക്ഷേ അവയിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുവാൻ, അവയിൽ നിന്നെല്ലാം നമുക്ക് കരുത്തു പകരുവാൻ, നാം തകർന്നു പോകാതെ ശ്രേഷ്ഠമായ നിലകളിലേക്ക് നമ്മെ മാനിച്ചു നടത്തുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. കർത്താവിനെല്ലാം സാധ്യമാണ് പ്രിയരെ. ദൈവ സാന്നിധ്യത്തിന് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതം ധന്യമാകുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ നാം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? കർത്താവേ, എന്നെ അങ്ങ് തിരഞ്ഞെടുത്തത് അനുഗ്രഹിക്കാനാണെന്ന് എനിക്കറിയാം. ആ മാന്യത ഞാൻ കണ്ടേ മതിയാകുകയുള്ളൂ, ആ മാന്യതയിലേക്ക് ഞാൻ എത്തിയേ മതിയാകുകയുള്ളൂ. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന വലിയ പ്രതികൂല സാഹചര്യങ്ങൾ ഇന്ന് രാത്രിയിൽ നാം ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്താൽ അതഴിഞ്ഞു മാറും. കർത്താവ് ഒരുവനിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ, ഒരുവന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ എല്ലാ തകർച്ചയിൽ നിന്നും അവനെ വിടുവിച്ച് ഏറ്റവും വലിയ മാന്യതയിലേക്ക് കർത്താവ് നടത്തുവാൻ തുടങ്ങും. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വേളയിലും എൻ്റെ യേശു അതാണ് ചെയ്യാൻ പോകുന്നത്. ഈ നിമിഷം നിങ്ങൾ ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൻ്റെ ശക്തി അകത്ത് വ്യാപരിക്കപ്പെടട്ടെ, ദൈവകൃപ അകത്ത് വെളിപ്പെടട്ടെ. വിശ്വാസത്തിൻ്റെ നിയോഗത്തോടു കൂടി തന്നെ പറയണം, എൻ്റെ ജീവിതത്തിൻ്റെ നടുവിൽ ഞാൻ കാണുവാൻ പോകുന്നത്, ഞാൻ അനുഭവിക്കാൻ പോകുന്നത്, ഞാൻ പ്രാപിക്കാൻ പോകുന്നത് നിസ്സാരമായ അനുഗ്രഹങ്ങളല്ല, ഒരു ഉന്നതമായ മാന്യത, ശ്രേഷ്ഠമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉന്നത നിലകളിൽ അതൊരു മറുപടിയായി മാറും. ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. വില കൊടുത്തൊരു ദൈവവൈതൽ മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവരാ നന്മ കാണും പ്രിയരെ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കത്തക്ക നിലയിൽ വെളിപ്പെട്ടു വരും. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ നമുക്കായിരിക്കാം. ഈ 93ാമത് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ എത്തിച്ചിരിക്കുന്നു. കർത്താവ് നമ്മെ എത്തിച്ചിരിക്കുന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തി നമ്മെ ഉയർത്തുവാൻ തന്നെയാണ്. ദൈവിക നീതി വലുതത്രേ. മനുഷ്യൻ പലപ്പോഴും നമ്മോടുള്ള ബന്ധത്തിൽ മുഖം മാറ്റുമ്പോൾ, നമ്മോടുള്ള ബന്ധത്തിൽ മുഖം തിരിക്കുമ്പോൾ, നാം സഹായിച്ച പലരും നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ സഹായിക്കാതെ നാം നിസ്സഹായനെ പോലെ നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി വരും. കർത്താവ് നിങ്ങളുടെ കൂടെ ഇറങ്ങും. ദൈവത്തിൻ്റെ സഹായം ഈ ലോകത്തിൽ നിന്ന് ലഭ്യമാകുന്നതിനേക്കാൾ ഉന്നതമായ സഹായമായി മാറും. ദൈവ സാന്നിധ്യത്തിന് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്നേ രാത്രി അത്ഭുതകരമായ വിടുതലിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരും. ഈ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം
21 വാക്യം. ആ നാഴികയിൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. വളരെ പ്രാധാന്യമുള്ള ഒരു വേദാംശമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് എന്നോട് പറഞ്ഞത്. ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി മാറും. അപ്രതീക്ഷിതമായ എന്ന് തോന്നുന്ന ചിലത് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ചെയ്യുവാൻ കഴിയാതെ പരാജിതരായിരിക്കുന്ന സമയത്ത് അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ച 70 പേര്, ദൈവം തിരഞ്ഞെടുത്ത 70 പേര് അവർ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-17 വാക്യത്തിൽ കാണുന്നു, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളെ നോക്കിയിട്ട് പറയുന്നു, ഈ രാത്രിയിലെ സന്ദേശത്തിന്റെ ആധികാരികതയും ദൈവം നിങ്ങളിൽ ഒരു സന്തോഷത്തെ കൈമാറാൻ പോകുകയാണ്. ഒരുപാട് കാലങ്ങളായി സന്തോഷത്തിൽ അറുതി വന്ന പ്രിയപ്പെട്ടവർ, മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയാത്ത നിലകളിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ കയറിയിറങ്ങിയ സ്ഥാനങ്ങൾ, ഇന്ന് രാത്രിയിൽ ഈ ലൈവിൽ ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, സന്തോഷത്തിനകത്ത് നിന്ന് നിങ്ങൾ ഒത്തിരി പിന്നിലായി പോയെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷത്തെ കർത്താവ് മടക്കിത്തരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമാധാനത്തെ കർത്താവ് മടക്കിത്തരും. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്, നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടുമുള്ള ബന്ധത്തിൽ ഒരു ദൈവിക പ്രതികരണം ഉണ്ടാകുമെന്ന് ഇന്ന് വിശ്വസിച്ചു തുടങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നിയോഗത്തിൽ കർത്താവ് പറഞ്ഞു വിട്ടു. ദൈവത്തിൻ്റെ നിയോഗത്തിൽ കർത്താവ് ഒരു അപ്പോയിൻമെന്റ് കൊടുക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10:1 പറയുന്നു, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയോഗിച്ചു, ശിഷ്യന്മാരെ കൂടാതെ വേറെ 70. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ച് അവരോട് പറഞ്ഞത്, ഈ 70 പേരെ തെരഞ്ഞെടുത്തത് കൂടെ നടക്കാനല്ല. വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ഒന്നിച്ചു നടക്കാനല്ല, ഒന്നിച്ചു പോകുവാൻ വേണ്ടി 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. ഇവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു നിയോഗം തരികയാണ്. എൻ്റെ കൂടെ നടക്കാനോ എൻ്റെ ചുറ്റും നിൽക്കാനോ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുവാനോ അല്ല, എനിക്ക് മുമ്പേ നിങ്ങൾ നടന്നേ മതിയാകുകയുള്ളൂ. അതൊരു വലിയ അപ്പോയിൻമെൻ്റാണ് പ്രിയരെ. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മെ കർത്താവ് തൻ്റെ രാജ്യത്തിൻ്റെ 2ാം വരവിന് മുമ്പായി മുന്നമേ നമ്മെ കർത്താവ് നിർത്തിയിരിക്കുകയാണ്. ആ മർമ്മം വലുതല്ലേ പ്രിയരെ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ചിലതിനെ ഒരുക്കേണ്ടതിന് നമ്മെ നിയോഗിച്ചിരിക്കുകയാണ്. ദൈവഹിതത്തിന് വേണ്ടി ചിലതിനെ തയ്യാറാക്കേണ്ടതിന് നിങ്ങളെ കർത്താവ് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിശ്ചയമായി ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത ദൈവ നിയോഗങ്ങളിൽ കർത്താവ് നിങ്ങളെ നടത്താൻ തുടങ്ങും. ഒരുപാട് ശോധനകൾ ജീവിതത്തിൽ വന്നു, ഒത്തിരി പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയോ? കർത്താവിന് ഇന്ന് രാത്രി പറയാനുണ്ട്, നിങ്ങളിൽ ഒരു വിശേഷതയേറിയ നിയോഗത്തെ കർത്താവ് കൈമാറാൻ പോകുകയാണ്. യേശു പറഞ്ഞത് എൻ്റെ കൂടെ നടക്കാനല്ല, എനിക്ക് മുമ്പായി നടക്കണം. അവരോട് പറഞ്ഞു, കൊയ്ത്തു വളരെയുണ്ട്, വേലക്കാര് ചുരുക്കമാണ്. ഒരു നിയോഗത്തിലാണ് അവർ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പിന്നാലെ വരികയാണ്.
അതിനു മുമ്പേ നിങ്ങൾ പുറപ്പെട്ടേ മതിയാകുകയുള്ളൂ. ദൈവിക അപ്പോയിന്റ്മെന്റ് പ്രാപിച്ചവർ ഒരു കാര്യം അറിയണം, നിങ്ങളിൽ സന്തോഷത്തെ കൈമാറുവാൻ കർത്താവിന് കഴിയും. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് തന്നെ പറയുന്നു, ഒരു വലിയ സന്തോഷത്തിൻ്റെ കൈമാറ്റത്തിലേക്ക് നിങ്ങളെ കർത്താവ് നടത്താൻ പോകുന്നു. ഒരുപാട് കാലങ്ങളായി സന്തോഷിക്കാൻ കഴിയാതെ, സമാധാനിക്കാൻ കഴിയാതെ, സ്വസ്ഥതകളുടെ മേഖലകൾ തകർന്നു മാറി, ജീവിതത്തിൻ്റെ നടുവിൽ ഒത്തിരി ഒറ്റപ്പെടലുകളും നിരാശകളും പ്രയാസങ്ങളുമായി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയെങ്കിൽ യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ തിരിച്ചു വരുന്ന സമയമായി, നിങ്ങൾ ഉയരപ്പെടുന്ന സമയമായി. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ദൈവം നിയോഗങ്ങളാക്കി മാറ്റി ഒരു വലിയ ദൈവപ്രവൃത്തിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരും. ഒരുപാട് ഉടയപ്പെടലുകൾ ജീവിതത്തിൽ വന്നോ, ഒറ്റപ്പെടൽ വന്നോ, അതൊന്നും തിന്മയ്ക്കല്ല പ്രിയരെ, അതൊരു വലിയ നന്മയിലേക്ക് നിങ്ങളെ നടത്തുവാൻ കാരണഹേതുവായി മാറും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ അപ്പുറത്തേക്ക് നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ വലുതെന്ന് ഈ രാത്രിയിൽ വിശ്വസിക്കുക. ജീവിതത്തിൻ്റെ നടുവിൽ പ്രയാസങ്ങൾ നിരവധിയായി കയറി വന്നു. ഒരു തരത്തിലും എനിക്ക് മുന്നേറാൻ കഴിയാത്തൊരവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ അവസ്ഥകൾ മാറാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. നിങ്ങളെ കർത്താവ് ഒരു അസാധാരണ നിലയിൽ ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവിക അപ്പോയിന്റ്മെന്റ് ആരിൽ വന്നിട്ടുണ്ടോ അവരുടെ യാത്രകൾ സന്തോഷത്തിന്റെ യാത്രകളായി മാറും. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോടും പറയുകയാണ്, നിങ്ങളുടെ ജീവിതം സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക് കടക്കാൻ പോകുകയാണ്. ബ്രദറെ, ഒന്നും സന്തോഷിക്കാനുള്ള വകയില്ല. എൻ്റെ ജീവിതത്തിൽ സമാധാനിക്കാനുള്ളതൊന്നും ഇന്ന് എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലില്ല. അസമാധാനങ്ങളുടെ നിറവിനകത്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു, നീ സന്തോഷിച്ചേ മതിയാകുകയുള്ളൂ. 93ാമത് രാത്രിയിൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ പരിപൂർണത നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളിൽ അത് വെളിപ്പെടുത്തി തന്ന് കർത്താവ് നിങ്ങളെ നടത്താൻ വേണ്ടി പോകുകയാണ്. ഇപ്പോൾ എന്നിലൊരു സന്തോഷം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞ് ചേർന്നൊന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തേ. നാം ഒന്നിച്ച് ദൈവത്തെ ഉയർത്തുമ്പോൾ, നാം ഒന്നിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ കരത്തിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ദൈവിക വഴികൾ കർത്താവ് തുറക്കുവാൻ തുടങ്ങും. അവർ സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, യേശു അവരോട് പറഞ്ഞില്ല, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരി ചുരുക്കമാണ്, എനിക്ക് മുമ്പായി നിങ്ങൾ പുറപ്പെടുക, വഴി ഒരുക്കുക. പക്ഷെ യേശു ക്രിസ്തുവിൽ വ്യാപരിക്കപ്പെട്ട ദുരാത്മ മേഖലകളുടെ മേലുള്ള അധികാരം ഈ 70 പേരുടെ മേലും സർവശക്തനായ ദൈവം കൈമാറി. അതുകൊണ്ടാണ് അവർ സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഭൂതങ്ങൾ കീഴടങ്ങുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, യേശു പറയുകയാണ്, ഞാൻ കണ്ടു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്യം നിങ്ങളെ ബലപ്പെടുത്തുന്ന വാക്യമാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് പറയാം, ചിലതിനെ ചവിട്ടുവാനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തരികയാണ്. ഇരുട്ടിന്റെ ശക്തികളെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്, പാമ്പുകളെയും തേളുകളെയും. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ചവിട്ടുവാൻ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിന്റെ യാത്രകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന,
നിങ്ങളുടെ വഴികളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന, നിന്റെ ഭാവിയിൽ ഒരു മുന്നേറ്റം തരാതെ, ഭാവിയുടെ വഴികളെ തുറക്കാതെ ശത്രുവായവൻ തടസ്സങ്ങളെ സൃഷ്ടിക്കുമ്പോൾ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിനെ ചവിട്ടിക്കളയാൻ ഒരു അധികാരം, അതിനെ കീഴടക്കാൻ ഒരു അധികാരം, അതിനെ മാറ്റിവിടാൻ ഒരു അധികാരം, അതിനെ ഇല്ലാതെയാക്കാൻ ഒരു അധികാരം. ഇത് അധികാരത്തിന്റെ രാത്രിയാണ്. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞ്, സമാധാനത്തെ കെടുത്തിക്കളഞ്ഞ്, നിങ്ങളുടെ തലമുറകളുടെ നന്മയെ കെടുത്തിക്കളഞ്ഞ്, നിങ്ങളുടെ ഉയർച്ചയെ നശിപ്പിച്ചു കളഞ്ഞ്, നീ ഒരിക്കലും മുന്നേറരുതെന്ന് പറഞ്ഞ് പോരാടി കയറിയ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടയ്ക്കത്തക്കവണ്ണം ഒരു വലിയ അധികാരത്തിന്റെ കൈമാറ്റം ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടുകയാണ്. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റു തുടങ്ങിയാൽ, ദൈവിക ചലനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞാൽ, ഏത് ശക്തികൾക്ക് പ്രിയരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? ഏത് ഇരുളുകൾക്ക് പ്രിയരെ തുടരുവാൻ കഴിയുന്നത്? ഈ നിമിഷം പ്രാർത്ഥിക്കാമോ? ഈ നിമിഷം ദൈവസന്നിധി വില കൊടുക്കാമോ? നിന്റെ ജീവിത സാഹചര്യങ്ങൾ മാറാൻ പോകുകയാണ്. നിന്റെ വഴികളെ ദൈവം തുറക്കാൻ പോകുകയാണ്. നിങ്ങൾ ഉയരില്ല എന്ന് പറഞ്ഞ അതേ ഇടങ്ങളിൽ നിന്ന് തന്നെ ഒരു വലിയ ഉയർച്ച നിങ്ങളെ തേടി വരും. നിങ്ങൾ മാനിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ ഇടങ്ങളിൽ നിന്ന് തന്നെ ദൈവം നിങ്ങളെ ഉയർത്തുവാനുള്ള വഴികൾ കൊണ്ടുവരുന്നു. ഇനി അധികം കരയേണ്ടി വരില്ല. വിശ്വസിക്കുന്ന ഒരു നാമേൻ പറഞ്ഞാട്ടെ. ഇനി അധികം വിഷമിക്കേണ്ടി വരില്ല. ഇനി അധികം നീ ഭാരം ചുമക്കേണ്ടി വരില്ല. കരഞ്ഞ് അത്രത്തോളം ഇനിയും കരയേണ്ടി വരില്ല. നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ കരയിപ്പിച്ച ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. നിങ്ങളുടെ മേൽ തന്നെ കരം വെച്ചിട്ട് വിശ്വാസത്തോടെ പറയണം, ഇരുട്ടിന്റെ ശക്തിയെ, ഇന്നു മുതൽ എൻ്റെ മേൽ നിനക്ക് അധികാരമില്ല. എൻ്റെ സമാധാനത്തെ കെടുത്തിയ, സന്തോഷത്തെ കെടുത്തിയ, എൻ്റെ വഴികളെ അടച്ച, എൻ്റെ മുന്നേറ്റങ്ങളെ തടഞ്ഞ ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇനി എൻ്റെ മേൽ അധികാരമില്ലെന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയണം. വിശ്വാസമകത്തുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഒരു അധികാരത്തിലേക്ക് ദൈവം നിന്നെ കയറ്റുകയാണ്. ആ പദം പരിശുദ്ധാത്മാവിനെ വീണ്ടും ആവർത്തിക്കാൻ പറയുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിനക്ക് തരികയാണ്. ശത്രുവിന്റെ കോട്ടകൾ ഇനി നിങ്ങളിൽ സ്വാധീനം ചെലുത്തുകയില്ല. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്ക് നിങ്ങളെ തൊടാൻ ഇനി കഴിയുകയില്ല. ഒരു ജയത്തിന്റെ കൈമാറ്റത്തിലേക്ക് കർത്താവ് നടത്തുവാൻ തുടങ്ങും. ദൈവത്തിന്റെ ജയം അതൊരു മാനുഷിക പദ്ധതിയുടെ അപ്പുറത്താ പ്രിയരെ. നിങ്ങൾ വർഷങ്ങൾ ഒരുപക്ഷെ പരാജയപ്പെട്ടു കാണും. കാലങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജയത്തിലേക്ക് കയറാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കാം. ഒത്തിരി ഒറ്റപ്പെടലുകളിലൂടെ നിങ്ങൾ കടന്നുപോയി കാണും. ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ തരണം ചെയ്ത് കാണും. നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദുഷ്ടനായവൻ ഒരുക്കിക്കൊണ്ടുവന്ന കെണികൾ വലുതായിരിക്കാം, പദ്ധതികൾ വലുതായിരിക്കാം. പക്ഷെ ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുന്നു, ഒരധികാരം കൈമാറുകയാണ്. ഒരധികാരത്തിന്റെ കൈമാറ്റത്തിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തുകയാണ്. ഇതൊരു സ്വർഗീയ അധികാരത്തിന്റെ സമയമാണ്. ദൈവിക അത്ഭുതത്തിന്റെ സീസണാണ്. അതിനെ കർത്താവ് ഇപ്പോൾ തന്നെ തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ശത്രുവാം പിശാചിന് അധിക സമയം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ദുഷ്ടന്റെ പദ്ധതികളെല്ലാം നിങ്ങളിൽ അധികാരം വെളിപ്പെടുമ്പോൾ പരാജയപ്പെട്ടു പോകും. എപ്പോഴും ശത്രു നമ്മെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്നതിൻ്റെ വഴി എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നും കഴിവില്ല, ബലമില്ല, ശക്തിയില്ല, മുന്നേറാനൊട്ട് കഴിയില്ല, എല്ലാം കൊണ്ടും
പ്രതിസന്ധികളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഉയർച്ചയുടെ പാന്താവുകൾ തടയപ്പെടുന്നു. എന്നാൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു, ഇല്ല ബ്രദറെ, ഇല്ല സിസ്റ്ററെ, നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടുള്ള വാഗ്ദത്തങ്ങളിൽ നിന്നെ ഉറപ്പിക്കാൻ പര്യാപ്തമായിരിക്കുന്നത് തന്നെയാണ്. സാധ്യതകളുടെ ദൈവം മാത്രമല്ല, അധികാരത്തിൻ്റെ ദൈവം കൂടെയാണ്. അധികാരത്തിൻ്റെ ദൈവം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ധൈര്യത്തോടെ നിങ്ങൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ, അഭിഷേകത്തോടെ നിങ്ങൾ പ്രാർത്ഥനാനിരതമാകുന്നുണ്ടെങ്കിൽ, ഈ അധികാരത്തിൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ തുടങ്ങും. നിങ്ങളുടെ കൂടാരത്തിലെ പ്രതിസന്ധികൾ മാറാൻ പോകുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള നുകങ്ങളെ കർത്താവ് അഴിച്ചു കളയുകയാണ്. ഇപ്പോൾ ഈ ലൈവിൽ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ നോക്കിയിട്ടും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിന്റെ ജീവിതം നന്മയുടെ വാതായനങ്ങളിലേക്ക് കയറത്തക്കവണ്ണം വാഗ്ദത്തങ്ങളിൽ ദൈവം ഉറപ്പിക്കാൻ പോകുന്നു. നീ തോറ്റെന്ന് പറഞ്ഞവരുടെ നടുവില്, നീ പരാജയപ്പെട്ടെന്ന് പറഞ്ഞവരുടെ ഇടയില് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, ഇല്ല കുഞ്ഞേ, നിന്റെ പരാജയത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ജയം കർത്താവ് കൈമാറി തുടങ്ങുകയാണ്. ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിന്റെ വിഷയങ്ങൾ മൈലുകൾക്കപ്പുറത്ത് ക്രമീകരിക്കാനുള്ളത്, രാജ്യങ്ങളുടെ അപ്പുറത്ത് ക്രമീകരിക്കാനുള്ളത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്നു. യെസ് ബ്രദർ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണാൻ പോകുകയാണ്. സിസ്റ്റർ, ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സീസൺ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കരുതെന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ പോരാടിക്കയറിയ പൈശാചിക വെല്ലുവിളികളും അതിൻ്റെ നുകങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറിയിട്ട് നിന്റെ വാഗ്ദത്തങ്ങളുടെ സീസണുകളെ കർത്താവ് തുറക്കുകയാണ്. ദൈവപ്രവൃത്തിയുടെ സീസണുകളെ കർത്താവ് തുറക്കുകയാണ്. പ്രാർത്ഥിച്ചോണം കേട്ടോ. വിടുതലിന്റെ സമയത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു. അത്ഭുതത്തിന്റെ സമയത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു. ഒരു വിശേഷാൽ അഭിഷേകം നിങ്ങളെ തേടി വരും. ഒരു വിശേഷാൽ അധികാരം നിങ്ങളുടെ കുടുംബത്തിനകത്ത് വാഴും. ഇന്നലകളിൽ തോറ്റുപോയെന്ന് പറഞ്ഞെടുത്ത് നിന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു, അധികാരം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ദൈവശക്തിയെ ഉറപ്പിക്കാൻ തയ്യാറായാൽ, ഒരിരുട്ടിന്റെ വ്യാപാര മേഖലകൾക്കും ജയിക്കാൻ കഴിയാത്ത നിലയിൽ ഒരു പുത്തൻ നിയോഗത്തെ നിങ്ങളിൽ വരുത്തുവാൻ യേശു കർത്താവിന് പദ്ധതിയുണ്ട്. നിങ്ങൾ പ്രാപിച്ചെടുക്കും ആ ദൈവകൃപ. നിങ്ങളിൽ അഭിഷേകത്തിന്റെ കൈമാറ്റം നടക്കാൻ പോകുകയാണ്. നിങ്ങളുടെ നിന്ദകളെ കർത്താവ് ഇന്നേ ദിവസം എടുത്തു മാറ്റുകയാണ്. ഒത്തിരി പരിഹസിക്കപ്പെട്ടവർ ഇപ്പോൾ ഈ ലൈവിലുണ്ട്. ഒരുപാട് വേദനകളിലൂടെ കടക്കുന്നവർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ നോക്കിയിട്ട് വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, അധികാരത്തോടെ കൽപ്പിക്കും, നിന്നയെ എന്നിൽ നിന്ന് മാറിപ്പോകുക, പരിഹാസങ്ങളെ എന്നിൽ നിന്ന് മാറിപ്പോകുക, ദുരാത്മശക്തികളെ എന്നെ വിട്ടുപോകുക. നിനക്കെന്റെ മേൽ കാര്യമില്ല. ഞാൻ ഈ അധികാരത്തിന്റെ വചനം ഏറ്റെടുത്തിരിക്കുന്ന ദൈവവൈതലാണ്. അഭിഷേകത്തിന്റെ വചനത്തെ പ്രാപിച്ചെടുത്തിരിക്കുന്ന ദൈവവൈതലാണ്. നിന്റെ അഭിഷേകത്തെ നിന്നിൽ നിന്ന് മാറ്റിക്കളയാൻ ശ്രമിക്കുന്ന ശക്തികൾ, നിന്റെ അഭിഷേകത്തെ നിന്നിൽ നിന്ന് അകറ്റിക്കളയാൻ ശ്രമിക്കുന്ന ശക്തികൾ, അത് പരാജയപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഒരു സ്വർഗീയ ജയം നിങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. അഭിഷേകത്തിന്റെ കൈമാറ്റം നിങ്ങളിൽ വ്യാപരിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനാനിരതമായിരിക്കുമ്പോൾ തന്നെ ദൈവം തൊടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. കർത്താവ് ഒത്തിരി കുടുംബങ്ങളെ സ്പർശിക്കുന്ന സമയമാണിത്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കുമെന്നോർത്ത്, പ്രശ്നനിബിഡമായ മേഖലകളെ എങ്ങനെ മാറ്റി എനിക്ക് പുറത്തു വരാൻ കഴിയുമെന്നോർത്ത് വിഷമസന്ധിയിലായിരിക്കുന്ന ദൈവവൈതലേ, ഇപ്പോൾ പ്രാർത്ഥിക്ക്. നീ പുറത്തു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ശത്രു ഒരുപാട് കുരുക്കിനകത്തിട്ടിരിക്കുന്നു.
ഒരു വിഷയമല്ല, ഒത്തിരി വിഷയങ്ങൾ ജീവിതത്തിൽ വന്നു കയറി അസമാധാനത്തിൽ മാത്രമായി നിന്നെ ആക്കി വെച്ച പൈശാചിക മേഖലകൾ ഇന്ന് വചനത്തിന്റെ മുമ്പിൽ വീഴുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. പൈശാചിക ശക്തികൾക്ക് അധികം നിന്നോട് കിടപിടിക്കാൻ കഴിയില്ല കേട്ടോ. കാര്യം നീ അധികാരത്തെ തിരിച്ചറിയുന്നവൻ. അധികാരത്തെ തിരിച്ചറിയുന്നൊരു ദൈവവൈതലായി എപ്പം മാറുന്നു അവിടെ കാര്യങ്ങൾ മാറുവാൻ വേണ്ടി പോകുകയാണ്. പലപ്പോഴും ശത്രുവിന്റെ പദ്ധതി എന്താണെന്നറിയോ? നിന്നെ ഒരു അധികാരിയാക്കി അവൻ കാണിക്കത്തില്ല. അവൻ നിന്നോട് പറയും, പ്രശ്നമാണല്ലോ, പ്രതിസന്ധിയാണല്ലോ, വേദനയാണല്ലോ, നീ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലല്ലോ, നിന്റെ ജീവിതത്തിന്റെ നടുവിൽ ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുകയാണല്ലോ. പക്ഷെ കർത്താവ് ഇന്ന് രാത്രി പറയുക, നിങ്ങളൊരു അധികാരിയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരണം. നിങ്ങളൊരു അഭിഷേകമുള്ളവരാണെന്ന തിരിച്ചറിവിലേക്ക് വരണം. ഈ നിമിഷം നിങ്ങൾ വരാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. അത്ഭുതത്തിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കാൻ തുടങ്ങും. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവൃത്തികളിൽ കർത്താവ് നിങ്ങളെ എത്തിക്കാൻ പോകുകയാണ്. ഒരു ജയമുണ്ട് കേട്ടോ, ജയമുണ്ട് കേട്ടോ. അതൊരു സാധാരണ ജയമല്ല, അത് വലിയ ഒരു ജയമാക്കി കർത്താവ് മാറ്റുകയാണ്. ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വർഗീയ ജയത്തിലേക്ക് നിങ്ങൾ കടക്കട്ടെ. ഒരു വലിയ അഭിഷേകം നിങ്ങളിൽ ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഇത് അധികാരത്തിന്റെ രാത്രിയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന രാത്രിയാണ്. സ്വർഗീയ ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയിട്ട് അഭിഷേകത്തിന്റെ നിയോഗത്തിൽ നീ ഒരു അധികാരിയായിട്ട് മാറുവാൻ വേണ്ടി പോകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തത്തില്ല. എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ കഴിയും? ഒന്നും എനിക്കൊരു ദോഷവും വരുത്തത്തില്ല. ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഒരു പ്രശ്നവും എനിക്കൊരു ദോഷം ചെയ്യാൻ ദൈവം സമ്മതിക്കില്ല. ഒരു ദോഷവും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. ഈ വാക്യം ഒന്ന് ചേർന്നൊന്ന് ഇതേ നിമിഷം നിങ്ങളുടെ അധരം കൊണ്ടൊന്ന് പറഞ്ഞ്, എനിക്കൊരു ദോഷവും വരികയില്ല, എനിക്കൊരു ദോഷവും വരികയില്ല. നിനക്കൊരു ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അവനൊരു കണ്ണുനീര് വരുത്താൻ ഒത്തിരി പേര് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിങ്ങളെ നോക്കിയിട്ട് പറയുന്നു, ഇനി ഒരു ദോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വരികയില്ല. ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറഞ്ഞാൽ, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിങ്ങൾക്ക് ദോഷം വരുത്തുവാൻ ശ്രമിച്ചവർ ലജ്ജിച്ചു പോകാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരനർത്ഥം വന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ച ആളുകളുണ്ട്. ഇനി നീ എഴുന്നേറ്റ് വരത്തില്ല, ഇനി നിങ്ങൾ പുറത്തു വരത്തില്ല, ഈ പ്രശ്നം കൊണ്ട് നിങ്ങൾ അവസാനിച്ചോളും, ഈ പ്രതിസന്ധി കൊണ്ട് നിങ്ങൾ തീർന്നോളും. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ പറയാം, നിങ്ങൾ ഈ പ്രശ്നം കൊണ്ടൊന്നും അവസാനിക്കില്ല, ഈ വെല്ലുവിളി കൊണ്ടൊന്നും അവസാനിക്കില്ല, ഈ പ്രതികൂലങ്ങൾ കൊണ്ടൊന്നും അവസാനിക്കില്ല. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ വലിയതായി മാറും, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ശ്രേഷ്ഠമായി മാറും. ഇന്നുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തൊരു അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ നിലനിർത്താൻ വേണ്ടി പോകുകയാണ്. കർത്താവ് നിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി പോകുന്നു. തോറ്റുപോകില്ല കേട്ടോ, തോറ്റുപോകില്ല. പരിശുദ്ധാത്മാവ് ഉറപ്പു തരുന്നു, നീ ഒരിക്കലും തോറ്റുപോകില്ല. നിന്റെ പരാജയം ആഘോഷിക്കാൻ നിൽക്കുന്നവരുടെ നടുവിൽ കർത്താവ് നിന്നെ ഒരു വാഗ്ദത്തത്തിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നു. വിശ്വസിച്ചു നാമൻ പറഞ്ഞാട്ട്, ഈ ദൂത് നിങ്ങളോടാണ്. യെസ് ബ്രദർ, നിങ്ങളോട് തന്നെയാണ്. സിസ്റ്റർ, ഈ ദൂത് നിങ്ങളോടാണ്. നിന്റെ തലമുറയോടുള്ള ബന്ധത്തിലാണ്. നിന്റെ തലമുറയ്ക്കൊരു ദോഷം ചെയ്യണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ദോഷം ചെയ്യാൻ കഴിയില്ല. ഒരു ദോഷവും നിങ്ങൾക്ക് പറ്റുകയില്ല. ഇനി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചേ. ഒരു ദോഷവും നിനക്ക് സംഭവിക്കത്തില്ല. കർത്താവ് ആ പദത്തിൽ നിന്നുകൊണ്ട് തന്നെ 93ാമത് രാത്രിയിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന ശക്തികളില്ലേ, പരാജയം വരുത്തുന്ന ഇരുട്ടിന്റെ വ്യാപാര മണ്ഡലങ്ങളില്ലേ,
അത് കീഴടങ്ങാൻ വേണ്ടി പോകുകയാണ്. അത് പരാജയപ്പെട്ടു പോകാൻ വേണ്ടി പോകുകയാണ്. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഒത്തിരി തകർച്ചയിലൂടെ ആയിരിക്കും ഇപ്പൊ കടക്കുന്നേ. പക്ഷെ സ്വർഗം പറയുന്നു, ഇതിനകത്ത് നിന്ന് നീ പുറത്തു വരും. ഇതിനകത്ത് നിന്ന് നീ ജയാളിയായിട്ട് തിരിച്ചു വരും. ഇതിനകത്ത് നിന്ന് നീ ഒരു അഭിഷേകത്തോടെ പുറത്തു വരും. നിന്റെ അഭിഷേകത്തിന്റെ സമയങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ സമയങ്ങളായിട്ടുണ്ട്. ഈ 100 ദിന പ്രാർത്ഥന നടക്കുന്നത് തന്നെ നിങ്ങളുടെ കൂടാരത്തിൽ ഒരു ജയം വെളിപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കൂടാരത്തിൽ ഒരു സന്തോഷം വെളിപ്പെടാൻ വേണ്ടിയാണ്. ഈ പ്രാർത്ഥനകൾ പര്യവസാനിക്കുന്നതിന് മുമ്പേ നിന്റെ കൂടാരത്തിനകത്തെ ദുഃഖങ്ങളുടെ മേൽ ഒരു ജയം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരും. ബ്രദറെ, ഉറങ്ങാൻ കഴിയാത്ത നിലകളിലാണ് ഞാൻ. ഉറക്കം നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ നടുവിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ ഒരു വിഷമവൃത്തത്തിൽ ഞാൻ ആയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു പോയതയോ ഇതിലെ ഇപ്പോൾ യെസ് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തു. ഉറക്കമില്ലാത്ത ആളുകൾ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സമാധാനത്തോടെ നിങ്ങൾ ഉറങ്ങുന്നത് ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. സ്വസ്ഥതയോടെ ഉറങ്ങുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ കാണുന്നു. നിങ്ങളെ പ്രയാസപ്പെടുത്തിയ, നിങ്ങളുടെ ഉറക്കത്തെ പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞ പൈശാചിക മേഖലകൾ ഇന്ന് രാത്രിയിൽ തോൽക്കുകയാണ് യേശുവിൻ നാമത്തിൽ. ഒത്തിരി പേരെ കർത്താവ് തൊടുന്നു. ഒരുപാട് കുടുംബങ്ങളെ ദൈവം സ്പർശിക്കുന്നു. യെസ്, ഇപ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കുന്നു. ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്. ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ലറ്റരപദനഗസിയ. ജീവിതത്തിന്റെ നടുവിൽ ശത്രു ബലവാനായി തോന്നി എന്ന് നിനക്ക് തോന്നിയാൽ ദൈവം അതിന് അനുവാദം കൊടുക്കുകയില്ല. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എന്തുകൊണ്ട് ഈ പ്രശ്നത്തെ എനിക്ക് മറികടക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഈ പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ഇന്നും ഈ കഷ്ടതയിൽ തുടരണം? ബ്രദറെ, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരുപാട് പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി ഞെരുക്കങ്ങൾ ജീവിതത്തിൽ വന്നു. ഒരു വിടുതൽ സംഭവിച്ചേ മതിയാകുള്ളൂ. ഇപ്പോൾ പ്രാർത്ഥിക്കുക. നിന്റെ വിടുതൽ നിന്റെ സമീപത്ത് വന്നിട്ടുണ്ട്. നിന്റെ അത്ഭുതം നിന്റെ സമീപത്ത് വന്നിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതത്തിലേക്ക് കർത്താവ് നിന്നെ നടത്താൻ വേണ്ടി പോകുകയാണ്. റിബാന ശംഖര പ്രൗഢമനഘടകതിനിയ. യെസ്, അത്ഭുതത്തിന്റെ സീസണുകൾ കർത്താവിനോട് അങ്ങനെ തന്നെ പറയുന്നു. അത് നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാസങ്ങളായി തുറക്കാത്ത വഴികൾ യേശുവിൻ നാമത്തിൽ തുറക്കുകയാണ്. തലമുറയുടെ നന്മ നീ കാണാൻ പോകുകയാണ്. അനുഗ്രഹം നീ കാണാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ ചില വാർത്തകൾ അടുത്ത ദിവസം നമ്മൾ ഈ ലൈവിൽ വരുന്നതിന് മുമ്പേ മറുപടിയുടെ വാർത്തകൾ നിങ്ങളുടെ കയ്യിൽ കർത്താവ് തരികയാണ്. നിങ്ങളുടെ കാതുകളിൽ നിങ്ങളത് കേൾക്കുവാൻ പോകുകയാണ്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞേ. ഈ നിമിഷം അവൻ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ, എന്നിട്ട് വിളിച്ചു പറഞ്ഞേ, ഞാനത് കാണുവാൻ വേണ്ടി പോകുകയാണ്. ആ വലിയ മറുപടികൾ എൻ്റെ കൂടാരത്തിൽ എന്നെ തേടി വരുന്നുണ്ട്. അടയാളങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇത് അടയാളങ്ങളുടെ സീസൺ അത്രേ, അത്ഭുതത്തിന്റെ സീസൺ അത്രേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനാ നിരതമായിരിക്കുന്ന ഇപ്പോൾ തന്നെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അടയാളങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കുന്നു. അത്ഭുതങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുന്നു. മറന്നു പോകരുത്, ഒരു ദോഷവും നിനക്ക് വരികയില്ല. കർത്താവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. സിസ്റ്റർ, ഒരു ദോഷവും നിനക്ക് വരത്തില്ല. ഈ രോഗം നിന്റെ മരണത്തിന് വേണ്ടിയല്ല. ഈ പ്രശ്നം നിന്നെ തകർത്ത് കളയാൻ വേണ്ടിയല്ല. ഈ പ്രതികൂലം നിന്റെ ജീവിതത്തെ പരാജയപ്പെടുത്തി കളയാൻ വേണ്ടിയല്ല. ഈ തീച്ചൂള നിന്നെ ഇല്ലാതാക്കുമെന്ന് നിനക്ക് തോന്നിയാൽ കർത്താവ് പറയുന്നു, ഒരു ദോഷവും നിനക്ക് വരികയില്ല. നമുക്കറിയാം, ബാബേൽ എന്ന രാജ്യത്ത് പിടിച്ചുകൊണ്ടുപോയപ്പെട്ട 3 ബാലകന്മാർ, ദൈവത്തിന്റെ സന്നിധിയിൽ വില കൊടുത്തു നിന്നവർ. അവരുടെ ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അവരെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നു. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു തെരഞ്ഞെടുപ്പുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു തിരിഹിതമുണ്ട്. അടിമയാകുവാൻ ജീവിതത്തിൽ അല്പകാലങ്ങൾ ദൈവം അനുവദിച്ചതാണ്.
ചില സമയങ്ങളിൽ നമ്മുടെ തല താഴുവാൻ, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവം സമ്മതിച്ചു കൊടുക്കാറുണ്ട്. ഞാനിത് പറയുന്നത് പിശാചിന്റെ മുമ്പിൽ തല താഴുന്ന കാര്യമല്ല പറയുന്നത്. ചിലയിടങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലകളിൽ സമൂഹത്തിന്റെ നടുവിൽ തല താഴ്ചപ്പെട്ടേക്കാം. ഒത്തിരി പ്രാർത്ഥിക്കുന്ന, ഒരുപാട് ദൈവസന്നിധി വില കൊടുക്കുന്ന, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നു കൊടുക്കുന്ന ബാലകന്മാർ, അതിവിശിഷ്ട ഗുണമുള്ളവരാണവർ. ദാനിയേൽ ഉൾപ്പെടെ, ശദ്രക്, മേശക്, അബേദ്നെഗോ പരിശുദ്ധാത്മ നിയോഗത്തിൽ ദൈവജ്ഞാനവും ദൈവാത്മാവിലുള്ള നിറവുമുള്ള ഈ പൈതങ്ങളെയും ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. നിങ്ങളൊരു കാര്യം അറിയണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പ്രാർത്ഥിക്കാത്ത ഒത്തിരി പേർ അവിടെ ഉള്ളപ്പോൾ അവരെ ആരെയും കൊണ്ടുപോകാതെ പ്രാർത്ഥിക്കുന്ന, ദൈവനിയോഗമുള്ള, അഭിഷേകമുള്ള, ദൈവത്തിൻ്റെ ജ്ഞാനമുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാണ്? അർത്ഥം മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന് അവരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. പ്രവാസഘട്ടത്തിൽ പോയിരിക്കുന്ന ഈ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു മടങ്ങിവരവ് സംഭവിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ചിലരും ആ കഷ്ടതയിൽ കൂടെ കടന്നാലേ പറ്റുകയുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളുടെ ജീവിതത്തിലും ചില കഷ്ടതകൾ വരുന്നത് നിങ്ങളെപ്പോലെ സമന്മാരായി ഇരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ വിടുതലില്ലാതിരിക്കുന്ന ആളുകളുണ്ട്. നാളുകളിൽ നിങ്ങൾക്കും വിടുതൽ, അതിനപ്പുറത്ത് നിങ്ങളുടെ കൂടെയുള്ളതിനെയും വിടുവിക്കേണ്ടതിന് ദൈവം ചില കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ദൈവം ചില വഴികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ചില അവസരങ്ങളിൽ നിങ്ങളും ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. അവർ ഒരു തീരുമാനത്തിലെത്തി. എന്താണ് തീരുമാനം? ആ രാജ്യത്തിലെ ഭരണാധിപരെടുത്തിരിക്കുന്ന തീരുമാനം, ഞാനൊരു ബിംബത്തെ നിർത്തുകയാണ്. ആ ബിംബത്തെ അല്ലാതെ വേറെ ഒന്നിനെയും ആരാധിക്കാതിരിക്കേണ്ടതിന് നിയമങ്ങൾ ഒരുക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും ഈ ബിംബത്തെ നമസ്കരിക്കണം, രാജാവുണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കണം. എന്നാൽ ഈ 3 ബാലകന്മാർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്കതിന് കഴിയില്ല, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, പ്രാർത്ഥിക്കുന്നവൻ എല്ലാറ്റിലും ഒന്നും തലവെച്ചു കൊടുക്കുന്നവനല്ല. പ്രാർത്ഥിക്കുന്നവൻ എല്ലാ കാര്യത്തിലും ഒന്നും സമർപ്പിതനായി കൊടുക്കുകയില്ല. അവന്റെ ജീവിതത്തിൽ അവനൊരു കാര്യം അറിയാം, എന്നെ വേറിട്ട് വിളിച്ചൊരു ദൈവമുണ്ട്, എന്നെ തിരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്, എന്നെ ഒരു ദൈവനിയോഗത്തിന് വേണ്ടി ആക്കിയിരിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവനിയോഗം എന്നിലൂടെ നടന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ടൊരു മാനുഷിക വ്യക്തികൾക്കും മുൻപിലും ഞാൻ എൻ്റെ തല താഴ്ത്തുകയില്ല. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, അവരെടുത്ത തീരുമാനം ശരിയായിരുന്നു, അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നില്ല. പലരും രാജകീയ നിയമങ്ങളെ ഖണ്ഡിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ നിയമത്തിന് വിധേയമായി അവരെ തന്നെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ ഈ 3 ബാലകന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് സാറിനേക്കാൾ വലിയൊരു രാജാവുണ്ട്. എൻ്റെ ഭാഷയാണത്. നിങ്ങളെക്കാൾ വലിയൊരു ഉന്നതനുണ്ട്, അത്യുന്നതനുണ്ട്. ആ ദൈവത്തെ അല്ലാതെ ഞങ്ങൾ ആരെയും നമസ്കരിക്കില്ല. അവിടെ പറഞ്ഞു, നിങ്ങൾക്കിനി അവസരമില്ല. ഒരുക്കിയിരിക്കുന്ന തീച്ചൂളയുടെ തീ വീണ്ടും വർദ്ധിപ്പിച്ചു. 10 മടങ്ങ് വർദ്ധിപ്പിച്ച തീച്ചൂളയുടെ അകത്തേക്ക് കയ്യും കാലുകളും ബന്ധനസ്ഥനാക്കി ഇവരെ അതിലേക്ക് വലിച്ചെറിയുവാൻ വേണ്ടി ആളുകൾ കൊണ്ടുപോയ പലരും ആ തീക്കകത്ത് അവസാനിക്കപ്പെടുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചതല്ല. തീയുടെ അകത്ത് അവർ നോക്കിയപ്പോൾ 3 പേരെയാണ് അവർ വലിച്ചെറിഞ്ഞത്. അവരെ ബന്ധിച്ച കയറുകൾ ചടനൂല് പോലെയായി പൊട്ടിപ്പോയി, അത് കരിഞ്ഞുപോയി. എന്നാൽ 4 പേർ തീയുടെ അകത്തൂടി നടന്നു. ആ തീക്കൊരു ദോഷവും വരുത്താൻ കഴിഞ്ഞില്ല. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ തീ പോലെയുള്ള തീക്ക് സമമായ ചൂടേറിയ വിഷയങ്ങൾ വരുമ്പോൾ മറന്നു പോകരുത്. നിങ്ങൾ തോറ്റുപോകുകയില്ല, നിങ്ങൾ തളർന്നു പോകയില്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോകയില്ല. നിങ്ങളിൽ ഒരു ജയം വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങളിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങും. നീ തോക്കുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്ന് തന്നെ, നീ പരാജയപ്പെടുമെന്ന് പറഞ്ഞവരുടെ ഇടയിൽ നിന്ന് തന്നെ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നീ ജയിച്ചു കയറും. നന്മ കാണും കേട്ടോ. നന്മയുടെ സീസണുകൾ ആരംഭിക്കാൻ പോവുകയാണ്. തോൽപ്പിക്കാൻ നിന്നവരുടെ നടുവിൽ സർവശക്തൻ ചെയ്ത ഒരു ദോഷവും പറ്റാതെ
തീയുടെ നടുവിലൂടെ ഇറങ്ങി നടക്കുന്നവരെ കണ്ടോ? അവർ പറയുകയാണ്, നമ്മൾ 3 പേരെ ഇട്ടത്, 4ാമതൊരാൾ കൂടി അതിനകത്തുണ്ട്. ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മനിയോഗത്തോടെ പറയും, ഒരു ദോഷവും നിനക്ക് പറ്റുകയില്ല. ഇപ്പോൾ ഈ ലൈവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില ഗൂഢാലോചനകൾ നിനക്കെതിരെ ഒരുക്കിയിട്ടുണ്ട്, ചില കുതന്ത്രങ്ങൾ നിനക്കെതിരെ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിന്റെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, നിങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നം നിങ്ങളെ തകർത്തു കളയുകയില്ല. അവരൊരുക്കിയ ഗൂഢാലോചനയിൽ നീ പെട്ടുപോകയില്ല. അവരൊരുക്കിയ പദ്ധതികളുടെ അകത്ത് നിങ്ങൾ അവസാനിക്കപ്പെടുകയില്ല. അവർ തോറ്റുപോകുന്നതല്ലാതെ, അവർ പരാജയപ്പെട്ടു പോകുന്നതല്ലാതെ നിങ്ങൾ ജയിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞ് ദൂതം ഏറ്റെടുത്താട്ടെ. ലബാർത്ഥന ഘടകശിയ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളെ കർത്താവ് തൊടുകയാ. ഇപ്പോൾ ലൈവിൽ വന്ന് ആമേൻ എന്ന് പറയുന്ന, ആമേൻ എന്ന് പറഞ്ഞ് വിശ്വസിച്ചെന്ന് പറഞ്ഞേ, വിടുതലിന്റെ സമയമായി കേട്ടോ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമായി കേട്ടോ, അടയാളങ്ങളുടെ സമയമായി കേട്ടോ, വീര്യപ്രവൃത്തികളുടെ സമയമായി കേട്ടോ. നിന്റെ ജീവിതത്തിന്റെ നടുവിൽ നീ സഹിച്ചൊത്തിരി സഹനങ്ങളുണ്ട്, നീ വിഷമിച്ചൊത്തിരി മേഖലകളുണ്ട്, നീ പരാജയപ്പെട്ട ഒത്തിരി ഇടങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ഒരു ദോഷവും ഇനി നിനക്ക് വരാതെ വണ്ണം ദൈവിക നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്, ദൈവിക പദ്ധതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇത്രയും കാലം നിങ്ങൾക്കെതിരെ ദോഷം ചെയ്ത ശക്തികളുണ്ട്. ഇത്രയും മാസങ്ങളുടെ പുറകിൽ നിങ്ങൾക്കെതിരെ ദോഷം ചെയ്ത ശക്തികളുണ്ട്. എന്നാൽ ഇപ്പോൾ ആത്മനിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിനക്കിനി ഒരു ദോഷവും വരത്തില്ല, നിനക്കിനി ഒരു തകർച്ചയും വരികയില്ല, നിനക്കിനി ഒരു വ്യഥയും വരികയില്ല. ദൈവം നിന്റെ സ്ഥിതികളെ മാറ്റത്തക്കവണ്ണം ഇന്ന് ഇതേ നിമിഷം ഇറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നിങ്ങൾക്കെതിരെ ദോഷം വരുത്താൻ ചിലർ ശ്രമം നടത്തും, പക്ഷെ ദോഷം ഭവിക്കത്തില്ല. ഒന്നുകൂടി പറഞ്ഞാൽ തിന്മയൊക്കെ ഒരുക്കിക്കൊണ്ടുവരും, പക്ഷേ സകല തിന്മകളും നന്മയായി മാറും. മൊർദെഖായിക്കെതിരെ തിന്മയല്ലേ വരുത്തിയത്? ഹാമാൻ പറഞ്ഞു, മൊർദെഖായി, ഞാൻ നിന്നെ അവസാനിപ്പിക്കും, ഞാൻ നിന്നെ അസ്തമിപ്പിക്കും, നിന്റെ ജീവിതം അധികം മുന്നേറുകയില്ല. നീ എൻ്റെ മുമ്പിൽ തലകുനിച്ചില്ലെങ്കിൽ നീ പരാജിതനായി മാറും. നീ തല താഴ്ത്താൻ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ തലയെ താഴ്ത്താൻ എനിക്കൊരു വഴിയുണ്ട്. നിയമങ്ങൾ ഒരുക്കിയെടുത്തു, കുരുക്കുകൾ ഒരുക്കിയെടുത്തു. മൊർദെഖായി തകർന്നു പോകുമെന്ന് 100% ഉറപ്പിക്കപ്പെട്ട വിഷയവുമായി ഹാമാൻ ജയിച്ചവനെ പോലെ നിൽക്കുകയാണ്. ജയിച്ചവൻ രാജാവുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ, നിയമങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ, മൊർദെഖായിയെ മാത്രം നശിപ്പിച്ചാൽ പോരാ, കൂടെയുള്ള തന്റെ ജനത്തെയും നശിപ്പിച്ചു കളയണമെന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുമ്പോൾ മൊർദെഖായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ കൂട്ടത്തിൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ശ്രദ്ധിച്ചേ, ദോഷത്തിനായി കൊണ്ടുവന്ന നന്മയ്ക്കായി മാറിയില്ലേ? ഇന്നലെ വരെ രാജകൊട്ടാരത്തിന് വെളിയിലായിരുന്നവൻ ഈ പ്രതിസന്ധി വന്നപ്പോൾ, ഈ ദോഷം ചെയ്യാൻ നിന്നപ്പോൾ അവനെ ദൈവം രാജകൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നു. ഞാൻ ആത്മനിയോഗത്തോടെ ഈ ദൂത് കൈമാറുന്നു. ഇപ്പോൾ തന്നെ നിനക്കെതിരെ ചില പ്രശ്നങ്ങൾ ആവിഷ്കരിക്കാൻ വന്നവർ, നിനക്കെതിരെ വെല്ലുവിളികളെ ഒരുക്കിക്കൊണ്ടുവന്നവർ, നീ തോറ്റുപോകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒത്തിരി ആളുകൾ, അവർ കാണാൻ പോകുന്നത് നിന്റെ പരാജയമല്ല, അവർ കാണാൻ പോകുന്നത് നിന്റെ ജയമാണ്. വിശ്വസിച്ചാമേൻ പറഞ്ഞാട്ടെ. അവർ കാണുവാൻ പോകുന്നത് നിങ്ങളുടെ തകർച്ചകളല്ല, അവർ കാണുവാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഉയർച്ചകളാണ്. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസാധാരണ നിലയിലുള്ള മാന്യത നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കൊണ്ടുവരികയാണ്. റംഷാന ഹതിൽ ഖമനഗസിയ പ്രാർത്ഥിച്ചേ. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾക്കെതിരെ ചില ദോഷങ്ങൾ ശത്രു ഉണ്ടാക്കാൻ നോക്കി. ഇത് നിങ്ങളോടുള്ള ദൂതാകട്ടോ. ചില തകർച്ചകൾ നിങ്ങളിൽ കൊണ്ടുവന്നിടാൻ ശത്രു നോക്കി. പരാജയങ്ങളിലേക്ക് നിങ്ങളെ നടത്താൻ പിശാച് നോക്കി.
എന്നാൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അത് നടന്നില്ല, അത് തോറ്റുപോയിരിക്കുകയാണ്, അത് പരാജയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെ തടസ്സമാക്കി നിങ്ങളെ കൊണ്ടുവന്ന ശക്തികൾ, നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയ ദുർവ്യാപാരങ്ങൾ, അത് പരാജയപ്പെടുമെങ്കിൽ, അത് തോറ്റുപോകുമെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചോ, നിന്നിലൊരു ജയം വ്യാപരിക്കുന്ന സമയമാണിത്, നിന്നിലൊരു അത്ഭുതം നടക്കുന്ന സമയമാണിത്. ശ്രദ്ധിച്ചു കേൾക്കണമേ. യാതൊന്നും നിനക്കൊരു ദോഷം വരുത്തുകയില്ല. നാം വായിച്ച വചനത്തിലേക്ക് കടക്കാം. യേശു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. അതിൻ്റെ അർത്ഥം ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയത് വലിയ കാര്യമല്ലെന്നല്ല പറഞ്ഞത്. അതിനപ്പുറത്ത് നിങ്ങൾ സന്തോഷിക്കേണ്ടത് സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയത് കൊണ്ട് സന്തോഷിക്കുക. നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ സന്തോഷം എന്നുള്ള വിഷയമാണ്. കർത്താവ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, പൈശാചിക ശക്തികൾ നിങ്ങൾക്ക് കീഴടങ്ങും, അതിൽ സന്തോഷിക്കണം നിങ്ങൾ. പക്ഷെ അതിനേക്കാൾ സന്തോഷിക്കേണ്ടത് സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. വിശ്വസിക്കുന്നവരോ നാമേ പറഞ്ഞാട്ടെ. എന്നിട്ടാണ് യേശു പറഞ്ഞത്, ആ നാഴികയിൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത് കണ്ടോ? എന്താ പറഞ്ഞ? പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവുമായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേചികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. അർത്ഥം മറ്റൊന്നുമല്ല, ദൈവമേ, ഉന്നതന്മാർ ആ തലമുറയിലുണ്ടായിരുന്നു, ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, മഹാപുരോഹിതനുണ്ടായിരുന്നു, ആലയത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ നിയുക്തരായി തീർന്നവരുണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും വെളിപ്പെട്ടിട്ടില്ലാത്തത് നിസാരക്കാരായിരുന്ന ഈ 70 പേർക്ക് വെളിപ്പെട്ട് കിട്ടിയെന്ന്. പ്രാർത്ഥിച്ചോ ഇപ്പോൾ തന്നെ. ഈ തലമുറയിൽ ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത ചില സ്വർഗീയ വെളിപ്പാടുകൾ, സ്വർഗീയ ദർശനങ്ങൾ, ദൈവിക അരുളപ്പാടുകൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി പോകുന്നു. ഓ മൈറ്റി നെയിം. വിശ്വസിച്ചേ, ഒന്നാമയും പറഞ്ഞ് പ്രാർത്ഥിച്ച ഇപ്പോൾ തന്നെ. റബാൽ ഖമന ഹതുരി ഘടകജന ഘടകസിയ. ഞാൻ ആത്മനിയോഗത്തോടെ തന്നെ പറയുകയാണ്, കേവലം ഈ മീറ്റിംഗ് നിങ്ങളുടെ വിഷയത്തിന് മാത്രം വിടുതലല്ല, നിങ്ങളുടെ രോഗത്തിന് മാത്രം വിടുതലല്ല, നിങ്ങളുടെ സാമ്പത്തിക നന്മകൾക്ക് മാത്രം വിടുതലല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭൗതിക വാതിലുകൾ തുറക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു വിസ കിട്ടാനോ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നടന്നു പോകാനുള്ള മീറ്റിംഗ് അല്ല. ഈ തലമുറയിൽ പലർക്കും മറഞ്ഞിരിക്കുന്ന ചില ദൈവിക നിയോഗങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുകയാണ്. ഈ തലമുറയ്ക്ക് ചില ഉന്നതന്മാർക്ക് കാണാൻ കഴിയാത്തത് നിങ്ങൾക്ക് കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നു. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞേ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കേ. ശറബന ഹത്തുൽ ഖമനഗസിയ. ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കേ. ഈ തലമുറകൾക്ക് മറഞ്ഞിരിക്കുന്ന ചില ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക അരുളപ്പാടുകൾ, ദൈവിക നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കൈമാറാൻ പോകുകയാണ്. ഈ കാലഘട്ടത്തിൽ പലർക്കും മനസ്സിലായിട്ടില്ല ദൈവത്തിന്റെ വഴിയുടെ വിശാലത എന്നാണെന്ന്, ദൈവ നിയോഗം എന്നാണെന്ന്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്, എങ്ങനെ വാതിൽ തുറക്കണമെന്ന്. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വഴികൾ ദൈവത്താൽ തുറക്കപ്പെടും, നിന്റെ അനുഗ്രഹങ്ങൾ ദൈവത്താൽ ഓപ്പണായി വരുന്നു. ഇന്നുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ചില ദൈവിക പദ്ധതികളിലേക്ക് കർത്താവ് നിങ്ങളെ കയറ്റുക. സംഭവിക്കട്ടെ. ആ വിടുതലിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരികയാ. നിന്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളെ വെതറിയ, ഒരുപാട് നിരാശകളെ കൊണ്ടുവന്ന, ഒരുപാട് ഭാരങ്ങളിൽ നിന്നെ ആക്കിക്കളഞ്ഞ, പ്രതിസന്ധികളെ സൃഷ്ടിച്ചു കളഞ്ഞ ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ യേശുവിന്റെ നാമത്തില് തകരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഷറാമ ഹൻചര പ്രൗഢിബിരികജല ഘടകസിയ. കൃപ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുകയാണ്. കർത്താവ് പറയുകയാണ്, ജ്ഞാനികൾക്ക് വെളിപ്പെട്ടിട്ടില്ലാത്തത് ശിശുക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഉന്നതന്മാർക്ക് കിട്ടാത്തത്, ശ്രേഷ്ഠന്മാർക്ക് കിട്ടാത്തത്, കഴിവുള്ളവർക്ക് കിട്ടാത്തത്, അറിവുള്ളവർക്ക് കിട്ടാത്തത് സർവശക്തനായ ദൈവം ഈ ലോകത്തിൽ ബുദ്ധിഹീനരെന്ന് പറഞ്ഞവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്ത ദൈവം.
ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതിനെ തെരഞ്ഞെടുത്ത ദൈവം. കണ്ടോ, ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ്ഞാനവൈഭവങ്ങളില്ല എന്ന് ലോകം പറഞ്ഞ് തള്ളിക്കളഞ്ഞ എന്നെയും നിങ്ങളെയും ഈ തലമുറയിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്തെങ്കിൽ, നിയോഗിച്ചെങ്കിൽ, ദൈവഹിതത്തിലേക്ക് നിങ്ങളെ വിടുവാൻ ദൈവത്തിന് പ്രിയമുണ്ടായെങ്കിൽ, ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിയോഗത്തോടെ കൈമാറാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ അകലെയല്ല, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അകലെയല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവഹിതങ്ങൾ അകലെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ മൂവിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. ഉയർച്ചയിലേക്ക് കർത്താവ് നിങ്ങളെ എത്തിക്കുകയാണ്. നിങ്ങൾ താണുപോകയില്ല. ഇത് സന്തോഷത്തിൻ്റെ രാത്രിയായി തീരുകയാണ്. ശ്രദ്ധിക്കണേ, ആ നാഴികയിൽ പരിശുദ്ധാത്മാവിൽ യേശു ആനന്ദിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളിലേക്കും ഇതേ സന്തോഷം വ്യാപരിക്കപ്പെടുന്നു. യേശു കർത്താവ് സന്തോഷിക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോ? പൈശാചിക മേഖലകൾ കീഴടങ്ങുന്നത് യേശു കർത്താവിന് മനസ്സിലായി. ഇരുട്ടിൻ്റെ ശക്തികൾ പരാജയപ്പെടുന്നത് യേശു കർത്താവിന് മനസ്സിലായി. അത് കർത്താവ് തനിക്ക് മുമ്പേ അയച്ചിരുന്നവരിലൂടെ അത് പരാജയപ്പെടുന്നത് തനിക്ക് മനസ്സിലായി. ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. ഇരുട്ടിൻ്റെ ശക്തികൾ പരാജയപ്പെടുന്ന സമയമാണിത്. നിങ്ങളുടെ ചില കുടുംബങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നു നിന്ന, കഴിഞ്ഞ കാലങ്ങളിൽ പോരാടി കയറിയ റഥനഘടകസ്, ഒന്നുകൂടി പറഞ്ഞാൽ ഇന്നും നിങ്ങൾക്കെതിരെ തല ഉയർത്തി നിൽക്കുന്ന, ഇപ്പോഴും നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോഴും നിങ്ങൾക്ക് ഭാരങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ, അത് യേശുവിൻ നാമത്തിൽ പരിഹരിക്കപ്പെടുന്നെന്ന് പറയുമ്പോൾ ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ. സ്ഥിതി മാറുകയാ. പ്രയാസങ്ങളിൽ നിങ്ങളെ കൊണ്ടുവന്നിട്ട്, വെല്ലുവിളികളിൽ നിങ്ങളെ ആമേൻ കൊണ്ടുവന്നിട്ട്, ജീവിതത്തിൽ ഒന്ന് മാറുമ്പോൾ മറ്റൊരു ഭാരമാക്കി നിങ്ങളുടെ ഉള്ളിൽ ആമേൻ തകർത്തു കളയത്തക്ക നിലയിൽ വേദനകൾ കൊണ്ടുവന്നിട്ട് ആ ശക്തി ഇപ്പോൾ തോറ്റുപോകുന്നത് ഞാൻ ആത്മാവിൽ കാണുക. തോറ്റുപോകുന്നു. പ്രാർത്ഥിച്ചു, ജയിക്കാൻ പോവാ. നീ ഒരു അഭിഷേകം നിന്റെ മേൽ വീഴുന്ന ദിവസമായിപ്പോൾ ഒരടയാളത്തിലേക്ക് കർത്താവ് നിന്നെ കയറ്റുക. കർത്താവിൻ്റെ നീതിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരികയാ. നീ ജയിക്കുമെന്നത് കർത്താവ് പറയുന്നു. നിന്നിൽ ഒരു അത്ഭുതം കാണുമെന്ന് കർത്താവ് പറയുന്നു. നിന്റെ ജീവിതത്തിന്റെ വ്യഥകൾക്ക് ദൈവം അറുതി വരുത്തും. നിന്റെ കഷ്ടതകളുടെ മേൽ നീ ജയിച്ചു കയറും. നിങ്ങളുടെ പരാജയങ്ങളെ ദൈവം ജയമാക്കി മാറ്റും. പ്രാർത്ഥിക്കാതെയുള്ളവർ പ്രാർത്ഥിച്ചേ. ഒരു വലിയ അഭിഷേകം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വലിയ ദൈവ സാന്നിധ്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് നിന്റെ ജീവിത ചക്രങ്ങൾക്ക് മാറ്റം വരുത്തുന്നു. റബന ഹൻഡൽ പ്രവാചകന ഘടകതിനി. നീ തോറ്റു വീണെടുത്ത് നിന്ന് ജയിച്ചു കയറാൻ പോവുക. കഴിഞ്ഞ കാലങ്ങളിൽ പിശാച് പറഞ്ഞു നീ തോറ്റുപോയി, നീ തകർന്നു പോയി, നീ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം സന്തോഷിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രിയിലും സന്തോഷിക്കുന്നു. എന്താ ഈ മർമ്മം നിനക്ക് കിട്ടി? നീ പരാജയപ്പെടാനുള്ളവനല്ല, നീ നശിച്ചു പോകാനുള്ളവനല്ല, നീ തകർന്നു പോകാനുള്ളവനല്ല. നിന്റെ ജീവിതത്തിലെ നന്മകൾ, നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകൾ, നിങ്ങൾക്ക് വേണ്ടി ദൈവമൊരുക്കിയ നന്മകളും വഴികളും അത് തുറന്നു വരുന്നത് ഞാൻ കാണുന്നു. പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കൂടാരത്തിൽ ഒറ്റയ്ക്കാണോ നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലേ? നിങ്ങൾക്ക് വേണ്ടി കരയാൻ ആരുമില്ലേ? നിങ്ങൾക്ക് വേണ്ടി തുണ നിൽക്കാൻ ആരുമില്ലേ? ബ്രദറെ, ഞാൻ ഒറ്റയ്ക്കാ ബ്രദറെ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാൻ, ദൈവകൃപയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ. എന്നാൽ ഇന്ന് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് തന്നെ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് തന്നെ ചിലതിനെ കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ്. ഈ നിമിഷം കർത്താവ് ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി മൂവ് ചെയ്ത് തുടങ്ങുന്നത് ദൈവാത്മാവിൽ ഞാൻ കാണുകയാണ്. ശത്രുവിൻ്റെ കോട്ടകൾ യേശുവിൻ നാമത്തിൽ തകർന്നു പോകട്ടെ.
ശത്രുവിൻ്റെ പദ്ധതികൾ യേശുവിൻ നാമത്തിൽ ഇടിഞ്ഞു പോകട്ടെ. നിനക്കെതിരെ പൈശാചിക മണ്ഡലങ്ങൾ ഒരുക്കിയ പദ്ധതികൾ തകർന്നു വീഴട്ടെ. നീ ജയിച്ചു കയറുന്ന സമയമത്രേ എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഈ തലമുറയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ഞാൻ കാണുന്നു. നീ സന്തോഷിക്കും, നീ സന്തോഷിക്കും. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 1:47 പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. എന്താ കാര്യം? മറിയ കേട്ടൊരു ദൈവശബ്ദം. കാലങ്ങൾക്ക് പിറകിൽ പൈശാചിക ശക്തികൾ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ തടുത്ത്, യേശുവിൻ്റെ വരവിനെ എങ്ങനെ തടുക്കാമെന്ന് ശ്രമിച്ചു മുന്നോട്ട് കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ദൈവശബ്ദം ഉണ്ടായി. ആ ദൈവശബ്ദം വളരെ വലുതായിരുന്നു. മറിയോട് പറഞ്ഞു, മറിയേ, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടാൻ പോകുകയാണ്. ഒരു വിശുദ്ധ പ്രജ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുവാൻ വേണ്ടി പോകുന്നു. ഈ പ്രവചനത്തിൻ്റെ അപ്പുറത്ത്, ഈ നിയോഗത്തിൻ്റെ അപ്പുറത്ത്, അഭിഷേകത്തിൻ്റെ അപ്പുറത്ത് ആമേൻ ദൈവത്തിൻ്റെ നിയോഗത്തിൽ പറയുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുകയാണ്. കണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കത്തക്കവണ്ണമുള്ള ചില കാര്യങ്ങൾ നടക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അത് 93ാമത് രാത്രിയിൽ നിങ്ങളുടെ കൂടാരങ്ങളുടെ അകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. സമാധാനിക്കത്തക്കവണ്ണമുള്ള വിടുതലുകൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കപ്പെടുകയാണ്. ഒരു വലിയ വാഗ്ദത്തം, പ്രോമിസ് നിങ്ങളിൽ നിറവേറുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. നിങ്ങളുടെ വാഗ്ദത്തം വലുതത്രേ. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വഴികൾ വലുതത്രേ. നിന്റെ വാഗ്ദത്തം നിറവേറപ്പെടുക തന്നെ ചെയ്യും. നീ കേട്ട ദൈവശബ്ദം അകലെയല്ല, നീ കേട്ട ദൈവശബ്ദം അടുത്തു വരുന്നു. നിങ്ങളിലാണ് ആ ദൈവത്തിന്റെ പ്രവൃത്തി. പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ പ്രാർത്ഥിച്ചോ. ഇപ്പോൾ തന്നെ നിങ്ങളിലാണ് ആ ദൈവത്തിന്റെ തിരിഹിതം വെളിപ്പെടാൻ പോകുന്നത്. നിങ്ങളിലാണ് ആ ദൈവത്തിന്റെ നിയോഗങ്ങൾ വെളിപ്പെടാൻ പോകുന്നത്. റബന ഹദൽ ഖമനഗസിയ. ഈ ദിവസങ്ങളിൽ ഉല്ലസിക്കുന്ന ചില കാര്യം നിന്റെ വീട്ടിൽ നടക്കും. പരിശുദ്ധാത്മാവി സന്തോഷിക്കുന്ന കാര്യം നടക്കും. പരിശുദ്ധാത്മാവി സന്തോഷിക്കേണ്ട കാര്യം, ഈ ലോകത്തിന് മറഞ്ഞിരിക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. വിശ്വസിക്കുന്ന ആമേൻ പറയണേ. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നത് തന്നെ, ഈ മെസ്സേജിനകത്ത് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് തന്നെ ഒരു വലിയ ദൈവത്തിന്റെ നിവർത്തി പദത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ നിങ്ങളിൽ ദൈവം ചിലത് ആരംഭിച്ചു തുടങ്ങിയ ഇപ്പോൾ തന്നെ. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. വിശ്വാസത്തോടെ ആമേൻ ടൈപ്പ് ചെയ്തേ. നിങ്ങളിൽ ഇപ്പോൾ തന്നെ പുതുതായിട്ട് ലൈവിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത ആളുകൾ ആമേൻ എന്ന് പറഞ്ഞ് ഈ ദൂതം ഏറ്റെടുത്തേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ തൊടുന്നത് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ ഇന്ന് ഇതേ നിമിഷം തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുകയാണ്. നിങ്ങളെ അലട്ടിയ ചില പ്രതികൂലങ്ങൾ, നിങ്ങളെ വിഷമിപ്പിച്ച ചില വെല്ലുവിളികൾ, നിങ്ങൾ തോറ്റുപോകുമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ പിശാച് നിങ്ങളോട് ഇടപെട്ടത്, ഇന്ന് പരിശുദ്ധാത്മാവ് നീ ആനന്ദിക്കാൻ പോകുകയാണ്. നീ സന്തോഷിക്കാൻ പോകുകയാണ്. നിന്നിലൊരു ജയത്തെ കർത്താവ് കൈമാറി തരാൻ പോകുന്നു. ജയമുണ്ടാകുന്നു. യേശുവിൻ നാമത്തിൽ ജയമുണ്ടാകുന്നു. റബാന ഷഡ്ഢരാദിയാല. ഒരു വലിയ ജയത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നു. ഒരു വലിയ നീതിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നു. നീ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇന്നലകളിൽ പോരാടിയ ശക്തിയില്ലേ? നീ തോറ്റുപോകുമെന്ന് പറഞ്ഞില്ലേ? ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയും, നീ ജയിക്കാൻ പോകുകയാണ്. ജയിക്കാൻ പോകുകയാണ്. ഒരു വലിയ ആത്മീയ ജയത്തിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തുകയാണ്. ഒരു അഭിഷേകത്തിന്റെ മൂവിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുകയാണ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കട്ടെ. അതങ്ങനെ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിൽ നീ സന്തോഷിക്കാൻ പോകുന്നു. നീ സന്തോഷിക്കാൻ പോകുന്നു. റബന ഹൻദൽ ഖമനഗസിയ. കഴിഞ്ഞ കാലങ്ങളിൽ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞ ശക്തികൾ നിന്റെ കൂടാരങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ചില അടയാളങ്ങൾ ദൈവം നിനക്ക് തരാൻ പോകുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചില അടയാളങ്ങൾ കർത്താവ് തരുവാൻ പോകുന്നു. മത്തായി 2:10 വരുമ്പോൾ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അന്വേഷിക്കുന്ന വിദ്വാൻമാർ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു. കാര്യമെന്നാ? ഒരു പുതിയ കാര്യം സംഭവിച്ചിരിക്കുന്നു. ഒരു ജനനം നടന്നിട്ടുണ്ട്. അത് സന്തോഷകരമായിരിക്കുന്ന ജനനമാണ്. ഇന്നുവരെ ആകാശവിധാനത്ത് തെളിഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ നക്ഷത്രം അവർ കണ്ടു.
പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ അവരൊരു അടയാളമല്ലേ കണ്ടത്? അതുപോലെ നിങ്ങളുടെ കൂടാരത്തിൽ ഒരു അടയാളം നടക്കാൻ പോകുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു അടയാളം നടക്കാൻ പോകുന്നു. ഈ 93-ാമത്തെ ദിവസം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും ദൈവിക മൂവ്മെന്റുകൾ നടക്കുകയാണ്. ദൈവിക അടയാളങ്ങൾ സംഭവിക്കപ്പെടുകയാണ്. കർത്താവിന്റെ കരുതലുകൾ വെളിപ്പെടുകയാണ്. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, എന്നിലേക്ക് ആ സന്തോഷത്തെ ഒന്ന് കൈമാറണമേ, എന്നിലേക്ക് ആ പുതിയ ദൈവകൃപയൊന്ന് കൈമാറണമേ. ഞാൻ ആ നന്മയിലേക്ക് കയറി വരട്ടെ, ഞാൻ ആ ഉയർച്ചയിലേക്ക് കയറി വരട്ടെ, ഞാൻ ആ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു തുടങ്ങുന്നതിനായി സ്തോത്രമെന്നൊന്ന് പറഞ്ഞാട്ടെ, ആ ദൈവ സാന്നിധ്യം കണ്ടു തുടങ്ങുന്നതിനായി ആമേൻ എന്ന് പറഞ്ഞാട്ടെ. നിങ്ങളത് കാണും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ നന്മയിലേക്ക് കയറും പ്രിയപ്പെട്ടവരെ. നിങ്ങളെ ഒന്നിനും വിഷമിപ്പിക്കാൻ കഴിയില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. സന്തോഷത്തിന്റെ സീസണുകൾ ആരംഭിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ നിയോഗം അതിനുവേണ്ടി വെളിപ്പെടുകയാണ്. കർത്താവ് ഓരോ കുടുംബങ്ങൾ സന്തോഷിച്ചു വരട്ടെ, ഓരോ വ്യക്തികളുടെ മേലും സന്തോഷിച്ചു വരട്ടെ. ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ രോഗശക്തി നിങ്ങളുടെ ശരീരം വിട്ടുമാറുകയാണ്. ഇപ്പോൾ തന്നെ നിന്നെ ദുഃഖത്തിന് കാരണമാക്കി ആ രോഗാത്മാവ് നിന്റെ ശരീരം വിട്ടുമാറുന്നു. നിന്നെ ദുഃഖത്തിന് കാരണമാക്കി ആ സാമ്പത്തിക ഞെരുക്കങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. നിന്നെ ഒത്തിരി വേദനിപ്പിച്ച ആ പ്രതികൂലങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ മാറുന്നു. ഞാനത് കാണുന്നു. പ്രാർത്ഥിച്ചു. ആ വിടുതലിന്റെ സമയത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നു. റബനഗദനഗസിയ. ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുകയാണ്. ഈ 93-ാമത് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങളിൽ ദൈവത്തിന്റെ വിടുതൽ ആരംഭിക്കുന്നു. ഈ ലൈവ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ ഞാൻ ആ ലൈവിൽ വന്ന ആമേൻ, ഇന്നൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ആ നിലകളിലാണ് ആമേൻ നമ്മുടെ ഈ 93-ാമത്തെ ദിവസത്തെ ആമേൻ ഈ ക്രമീകരണങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥന മുടങ്ങിപ്പോകാതെ മറ്റൊരു മീറ്റിംഗിൽ എനിക്ക് അർജന്റായി പങ്കെടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഈ നിലകളിൽ റെക്കോർഡ് ചെയ്ത് ഈ വീഡിയോ ഞാൻ കൈമാറുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ലൈവിലുള്ളവർ ആമേൻ ദൈവസന്നി പ്രാർത്ഥിച്ചാട്ടെ, നിയോഗത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ഇതൊരു അഭിഷേകത്തിന്റെ സീസണാണ്. ഇത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സമയമാണ്. നീ ജയിക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. നിന്നിലൊരു അത്ഭുതം നടക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. ഈ ലൈവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും യേശുവേ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. കർത്താവെ ആ ദൈവിക അധികാരം വെളിപ്പെടണമേ. ഇവർ ഒരിക്കലും തകർന്നു പോകരുത് കർത്താവെ, നിന്ദിക്കപ്പെട്ടു പോകരുത് കർത്താവെ, പരാജയപ്പെട്ടു പോകരുത് കർത്താവെ. ഒരു ജയമാക്കി മാറ്റണേ. ഇവർ ദൈവത്തിന്റെ അഭിഷേകം കാണുവാനിടയാകണമേ, ദൈവത്തിന്റെ കൃപയാസ്വദിക്കാൻ ഇടയാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ലൈവിൽ വന്ന് ഓരോരുത്തർക്കായി ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുക. ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവെ സ്പർശിക്കണമേ. കടഭാരമുള്ളവർ വിടുവിക്കപ്പെടട്ടെ. ക്യാൻസർ രോഗങ്ങൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആർത്രൈറ്റിസുകൾ മാറട്ടെ. ആമേൻ. ഇന്റേണൽ ഇഷ്യൂസായി ഇരിക്കുന്ന ആളുകൾ യേശുവിൻ നാമത്തിൽ ഇന്റേണൽ ഓർഗൻസുകളുടെ മേൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കപ്പെടട്ടെ. ആത്മീയമായ ഒരു മുന്നേറ്റം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയാത്ത ആളുകൾ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരട്ടെ. ഒരു അഭിഷേകത്തിന്റെ സീസൺ വ്യാപരിക്കപ്പെടട്ടെ. ഒരു ദൈവപ്രവൃത്തിയുടെ ടൈമിലേക്ക് കർത്താവ് കൊണ്ടുവരട്ടെ. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ എല്ലാറ്റിലും മാന്യതരാകണം. ദൈവം ഇവരെ ഉയർത്തണമേ. ദൈവം വാഗ്ദത്തങ്ങളൊക്കെ കൊടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രി 8:30 നമ്മുടെ മീറ്റിംഗിൽ ലൈവായി ഞാനുണ്ട്. നിങ്ങൾ 8:30 ജോയിൻ ചെയ്യുക. ഈ ചാനല് ആദ്യമായിട്ട് കണ്ട ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തെ കർത്താവ് കൊണ്ടുവരും. കർത്താവ് നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. നിങ്ങളുടെ സമാധാനം ആർക്കും എടുത്തു കളയാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്താൽ സമാധാനിക്കപ്പെടും. ഒരു വലിയ സന്തോഷത്തിൻ്റെ വാർത്ത നിങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. സമാധാനത്തിൻ്റെ വാർത്ത കർത്താവ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ സമാധാനത്തോടെ നിങ്ങൾക്കുറങ്ങാം. ദൈവത്തിൻ്റെ സമാധാന നിയന്ത്രണത്തിലാകട്ടെ. ഒത്തിരി പ്രാർത്ഥിക്കാം, ഒത്തിരി വില കൊടുക്കാം.
ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.